സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഓണത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണങ്ങൾ പ്രഖ്യാപിച്ചു. സൗജന്യ ഓണക്കിറ്റടക്കം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, വിവിധ മേഖലകളിലേക്കുള്ള കുടിശ്ശിക ആനുകൂല്യങ്ങൾ, ബോണസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ എന്നിവയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത്തവണയും കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക സംസ്ഥാന സർക്കാരിന്റെ 65 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തന്നെയാണ്. ഗുണഭോക്താക്കൾക്ക് ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് കൈകളിലേക്കുള്ള വിതരണം സജീവമായ സാഹചര്യത്തിലാണ് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുക വിതരണം സംബന്ധിച്ചുള്ള സുപ്രധാന അറിയിപ്പുകൾ എത്തിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ ഓണത്തോടനുബന്ധിച്ച് നേരത്തെ തന്നെ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ്. ജൂലൈ മാസം 26-ന് ആരംഭിച്ച് ഓഗസ്റ്റ് മാസം 3-ന് അവസാനിക്കുന്ന രീതിയിലാണ് നിലവിലെ പെൻഷൻ തുക വിതരണം സജീവമായിക്കൊണ്ടിരിക്കുന്നത്. പെൻഷൻ തുകയുടെ വിതരണം ഓഗസ്റ്റ് മാസം 3-ഓടുകൂടി അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ ഓണത്തോടനുബന്ധിച്ചുള്ള പെൻഷൻ തുക വിതരണം സംസ്ഥാനത്ത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള 26 ലക്ഷം പേർക്കുള്ളതാണ് ആദ്യഘട്ടത്തിൽ ആരംഭിക്കുക. സഹകരണ സംഘം ജീവനക്കാർ വഴി കൈകളിലേക്കുള്ള വിതരണം തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ആരംഭിക്കും. പുതിയ സർക്കാർ പ്രഖ്യാപിച്ച അടിസ്ഥാന പെൻഷൻ 3000 രൂപ എന്നുള്ളത് ഓണത്തോടനുബന്ധിച്ച് പ്രഖ്യാപിക്കുമെന്നുള്ളതായിരുന്നു നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുക 2 ഗഡു ഒരുമിച്ചെത്തിയേക്കുമെന്നുള്ള സന്തോഷ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിട്ടുള്ളത്. നേരത്തെ സമാനമായ രീതിയിൽ LDF സർക്കാരുകളും ഉത്സവകാലത്തോടനുബന്ധിച്ച് 2 ഗഡു പെൻഷൻ ഒരുമിച്ച് നൽകിയിരുന്നു. ഇതേ രീതിയിൽ തന്നെയാണ് UDF സർക്കാരും ഇപ്പോൾ ഓണത്തോടനുബന്ധിച്ച് 2 ഗഡു പെൻഷൻ തുക ഒരുമിച്ച് വിതരണം ചെയ്തേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഗുണഭോക്താക്കളിലേക്ക് പരമാവധി 4000 രൂപ വീതമാണ് എത്തിച്ചേരുക. കൈകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഒരുമിച്ച് തന്നെ 4000 രൂപ വരെ എത്തിച്ചേർന്നേക്കും. വാർദ്ധക്യകാല വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന 7 ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന NSAP വിഭാഗത്തിൽപ്പെടുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 200 മുതൽ 500 രൂപ വരെയുള്ള കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നേക്കും. ഇവർക്കുള്ള വിതരണം അടുത്ത ഘട്ടമെന്നോണമാണ് ആരംഭിക്കുക. ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമാവും തുക ക്രെഡിറ്റ് ആവുക. നിലവിൽ ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം അക്കൗണ്ടുകളിലേക്കുള്ളത് സജീവമായി നടക്കുകയാണ്. അക്കൗണ്ടുകളിൽ തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ആധാർ സീഡ് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഓഗസ്റ്റ് മാസം 3-ന് മുന്നോടിയായി തന്നെ തുക എത്തിച്ചേരും. കൈകളിലേക്കുള്ള വിതരണം സംസ്ഥാനത്ത് സജീവമായിട്ടുണ്ട്. എന്നാൽ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക 2000 രൂപ വീതം വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഗുണഭോക്താക്കൾക്ക് 1600 രൂപ വീതം മാത്രമാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള സുപ്രധാന അറിയിപ്പുകൾ വരും ദിവസങ്ങളിൽ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുറത്തുവരും. ഓണത്തോടനുബന്ധിച്ച് കൂടുതൽ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണവും ഓണക്കിറ്റും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഈ വർഷത്തെ ഓണക്കിറ്റ് വിതരണവും ഓണച്ചന്തകളുടെ പ്രവർത്തനവും ഊർജിതമാക്കാൻ സപ്ലൈകോയ്ക്ക് 253 കോടി രൂപയുടെ അടിയന്തര സഹായം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു. 6,09,305 സൗജന്യ ഓണക്കിറ്റുകളാണ് ഇത്തവണ വിതരണം ചെയ്യുന്നത്. തുണിസഞ്ചി ഉൾപ്പെടെ 16 ഇനം നിത്യോപയോഗ സാധനങ്ങൾ അടങ്ങിയ കിറ്റൊന്നിന് ഉദ്ദേശം 854 രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. AAY മഞ്ഞ കാർഡ് ഗുണഭോക്താക്കൾക്കുള്ള കിറ്റ് വിതരണം ഓഗസ്റ്റ് 10-ന് ആരംഭിക്കുകയും ഉത്രാട ദിനമായ ഓഗസ്റ്റ് 25-നകം വിതരണം പൂർത്തിയാക്കുകയും ചെയ്യും. ഓണം പ്രമാണിച്ച് മുൻഗണനേതര വിഭാഗത്തിലുള്ള സ്പെഷ്യൽ അരി വിതരണവും ഉടൻ ആരംഭിക്കും. നീല കാർഡുകാർക്ക് 3 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും 2 കിലോ ഗോതമ്പ് കിലോയ്ക്ക് 8 രൂപ 70 പൈസ നിരക്കിലും ലഭിക്കും. കൂടാതെ വിപണി ഇടപെടലിന്റെ ഭാഗമായി തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ഓഗസ്റ്റ് 8 മുതൽ 25 വരെ മെഗാ ട്രേഡ് ഫെയറുകളും 11 ജില്ലകളിൽ ഓഗസ്റ്റ് 16 മുതൽ 25 വരെ ജില്ലാ ഫെയറുകളും 126 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കും. കൂടുതൽ ആനുകൂല്യങ്ങൾ ഉടൻ പ്രഖ്യാപിക്കും. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.